നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. സംഗമം സംഗമം ത്രിവേണി സംഗമം. ചൈത്രദേവതയെ ആരാധിക്കാൻ ഉദ്യാനപാലകനെ അനുവദിക്കൂ. കായാമ്പൂ കണ്ണിടരും കമലപിളം. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു നീലക്കുയില് അതിന്റെ ഡയറക്ടേഴ്സും വിൻസെന്റ് മാസ്റ്ററും തമ്മിൽ അസ്വാരസ്യം ഉണ്ടായി. കാരണം അദ്ദേഹം തിരക്കഥ രചന വിട്ട് ഒരുപാട് പൈസ കിട്ടുന്ന തമിഴ് സിനിമ വിട്ടിട്ടാണ് ഒരു മാസക്കാലം കോഴിക്കോട് വന്ന് താമസിച്ച് ഇവരെ കൂടെ വർക്ക് ചെയ്ത് മനസ്സും ശരീരവും അർപ്പിച്ച് ചെയ്ത റിസൾട്ടിന് അദ്ദേഹത്തിന് നിന്ദ്യമായ പ്രതികരണം കണ്ടപ്പോൾ മലയാള സിനിമയെ വെറുത്തു. ഇനി മലയാള സിനിമയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് നീലക്കുയിലിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കി. നീലക്കുയിലിന് ആ വർഷത്തെ പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ അവാർഡ് കിട്ടി. ആദ്യമായിട്ട് വെള്ളി മെഡൽ കിട്ടുവാണ്. പക്ഷേ എല്ലാവരും ആ ചിത്രത്തിന്റെ ഛായാഗ്രഹണത്തെ പറഞ്ഞ് പത്രങ്ങളൊക്കെ വാനോളം പേർത്തിയെങ്കിലും മലയാള സിനിമയുടെ വർക്കിനോട് അദ്ദേഹം മുഖം തിരിച്ചു. അദ്ദേഹം തമിഴും തെലുങ്കും സൂപ്പർ സ്റ്റാറുള്ള സിനിമയുടെ പൈസ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് രാമു കരിയാട്ട് ഭാസ്കരൻ മാസ്റ്റർ വേർപിരിയുന്നു. ഒരുമിച്ച് ചെയ്ത പടമാണ് നീലക്കുയിൽ. പക്ഷേ പിന്നീട് ഒരു സ്വതന്ത്ര സംവിധായകരായിട്ട് മാറിയിട്ട് രാമു കരിയാട്ട് മിന്നാമിനുങ്ങുന്നൊരു പടം ചെയ്ത് പരാജയപ്പെട്ടു. മിന്നാമിനുങ്ങിന് ശേഷം അപ്പോൾ അന്നേരം പറഞ്ഞു ഇനിയിപ്പം അന്ന് KPSCയുടെ മുടിയനായ പുത്രൻ നാടകം തോപ്പിൽ ഭാസി എഴുതി അവർ വളരെയധികം കേരളത്തിലും ഡൽഹിയിലും ഇന്ത്യ മൊത്തം അവതരിപ്പിച്ച് പേര് നേടിക്കൊണ്ട് നാടകം എടുത്ത് അങ്ങനെ ഒരു നോക്കാൻ പണ്ട് രാമു കരിയാട് തോപ്പിൽ ഭാസിയുടെ നാടകത്തിൻ്റെ അവകാശം വിലക്ക് മേടിക്കുകയും തോപ്പിൽ ഭാസി സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് രക്ഷപ്പെടണം, അതിന് ക്യാമറാമാനായിട്ട് വിൻസെന്റ് മാസ്റ്ററിനെ വരണമെന്ന് പറഞ്ഞ് TK പരീക്കുട്ടിയും രാമു കരിയാട്ടും കൂടെ നുങ്കമ്പാക്കത്തുള്ള വിൻസെന്റ് മാസ്റ്റർ വീട്ടിൽ ചെല്ലുവാണ്. വിൻസെന്റ് മാസ്റ്റർ താറ് തട്ടപ്പോൾ ഞാൻ വരുന്നില്ല, ഇല്ല പഴയതുപോലെ ഉണ്ടാവില്ല, വിൻസെന്റ് മാസ്റ്റർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന് പറയാം. പക്ഷേ ഒരു നിബന്ധന, എനിക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ ഫുൾ ടൈം ഞാൻ നോക്കാം, പക്ഷെ എനിക്ക് മദ്രാസിൽ എൻ്റെ സൗകര്യം തിരക്കഥ എഴുതുന്ന ഒരാൾ വേണം, അതിനെന്താ തോപ്പിൽ ഭാസിയെ മദ്രാസിലേക്ക് വരുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ തോപ്പിൽ ഭാസി TK പരീക്കുടെ ഓഫീസിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുകയും രാത്രി കാലങ്ങളിൽ ഫ്രീ ടൈമുകളിൽ വന്ന് അതിൻ്റെ പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് മുടിയനായ പുത്രൻ. അതിലൂടെയാണ് അടൂർ ഭാസി എന്ന നടൻ്റെ മലയാള സിനിമ രംഗപ്രവേശം. അദ്ദേഹം തിരമാല എന്ന സിനിമയിൽ ഒരു ഷോട്ടിൽ അഭിനയിച്ചെങ്കിലും മുടിയനായ പുത്രൻ്റെ പ്രശസ്തനായ കരവേഗം സെക്രട്ടറിയുടെ ഒരു വേഷം അത് തോപ്പിൽ ഭാസിയും രാമു കരിയാട്ടും കൊണ്ട് അറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ദേഷ്യപ്പെട്ടു പോകാതെ പുള്ളിക്കാരൻ രാവിലെ തൊട്ട് വെയിലത്ത് നിന്ന് ക്ഷീണിച്ച് വരികയല്ലയോ, ഇച്ചിരി ദേഷ്യമൊക്കെ കാണും. വേറെ അങ്ങോട്ട് നോക്കിയേ, അമ്മ അങ്ങ് ക്ഷമിച്ചോളാം. നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം പഴമക ഇലമക തളിരിൽ നിന്നു കളഞ്ചാലും. നമ്മൾ വിചാരിക്കുന്നതല്ല ശാസ്ത്രികളെ. ഓ, അവരുടെയൊക്കെ കൂട്ടുകെട്ടി വിടുമ്പോൾ അങ്ങ് മാറാനുള്ളതേ ഉള്ളൂ. സംസർഗമാണല്ലോ ദോഷഗുണം. പുസ്തകം മരുതാവിത്തം. അങ്ങനെ ഭാസി ഒരു നടനായിട്ട് കയറിയ സിനിമകൾ മുടിയനായ പുത്രൻ വളരെയധികം വിജയം. സത്യനും അംബികയായിരുന്നു നായകനും. അതിലെ ഗാനങ്ങളൊക്കെ പ്രശസ്തമായി. ക്യാമറാമാൻ എന്ന നിലയിൽ മലയാളത്തിൽ വീണ്ടും അദ്ദേഹം പേര് കിട്ടി.
കരയുകയാണോ? ഈ കരച്ചിൽ ഇന്ന് തുടങ്ങിയതല്ലല്ലോ. മനസ്സിലായില്ല. മയിലാടും മലമാമല പൂമല മലയിലിരിക്കണ മണ്ണാത്തി മണ്ണാത്തി കിളി മണ്ണാത്തി കിളി പൊട്ടിച്ചിരിക്കരുതേ ചിലങ്കേ പൊട്ടിച്ചിരിക്കരുതേ. ഈ കൈ കൊണ്ട് കോരിത്തിന് വശമില്ല. ഞാൻ കോരി കയ്യിൽ വെച്ച് തരാമല്ലോ. പിന്നീട് TK പരീക്കുട്ടിയുടെ ഒരു പടം കൂടെ, മൂടുപടം, SK പൊറ്റക്കാടിൻ്റെ ഒരു നോവലായിരുന്നു മൂടുപടം. അതിലാണ് മുടയനേപുത്രനെ അവാർഡ് കിട്ടിയപ്പോൾ സ്വീകരിക്കാൻ പോയപ്പോഴാണ് അന്ന് ഡ്രാമ സ്കൂൾ വിദ്യ മധുവിനെ കാണുന്നത്. അപ്പോൾ പാസി മധുവിനെ രാമകരന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെയാണ് അതേപോലെ ശരി ഞാൻ മൂടുപടം തുടങ്ങി മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു. മൂടുപടത്തിന് മേക്കപ്പ് ടെസ്റ്റ് നടത്തിയെങ്കിലും അദ്ദേഹം ആദ്യം പുറത്തു വന്നത് NN പിഷാരുടെ നീളമണിഞ്ഞ കാൽപ്പാടുകളിലൂടെയാണ്. പക്ഷെ അങ്ങനെ മധു, കുതിരോട്ടം വെപ്പ്, കുറേ പേര്, ഒരു ആദ്യത്തെ സിനിമയായിരുന്നു മൂടുപടം. അങ്ങനെ അതിലും ക്യാമറ വർക്ക് ചെയ്തു. അങ്ങനെ പിന്നീട് അതിനുശേഷം വിൻസെൻ്റ് മാഷ് തെലുങ്കിലും തമിഴിലും അങ്ങ് തിരക്കേറി അത് വരാൻ പറ്റാത്ത സമയമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂടുപടം പരാജയമായി. അപ്പോൾ പരീക്കുട്ടി വിചാരിച്ചു ഇനി നമുക്ക് വേറൊന്ന് മാറ്റി ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിൻസെൻ്റ് മാർ സമീപിക്കുന്നത്. അപ്പോൾ വിൻസെൻ്റ് മാർ സംസാരിച്ചിരിക്കാൻ പറഞ്ഞ് നീല വെളിച്ചം എടുത്താൽ എന്താവും, നീല വെളിച്ചം ശോഭന പരമേശ്വർ അത് കുഴപ്പമില്ല, ബഷീറിന് ഞാൻ മദ്രാസിൽ വരുത്താം, നിങ്ങളിനി കേരളത്തിൽ പോകണ്ട, എല്ലാം വിൻസെൻ്റ് മാസ്റ്റർ അങ്ങനെ. പക്ഷേ വിൻസെൻ്റ് മാസ്റ്റർ ഡയറക്റ്റ് ചെയ്യണം. ആ ഓഫർ വിൻസെൻ്റ് മാസ്റ്റർ സന്തോഷം. കാരണം അദ്ദേഹം ഡയറക്ഷൻ എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ അദ്ദേഹം ഒരു തീരുമാനം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബഷീറിന് ചന്ദ്രചാട് ഓഫീസിലിരിക്കും, ബഷീറിൻ്റെ റൂമിൽ ചെന്നിരുന്നുണ്ട്. അദ്ദേഹം സ്ക്രിപ്റ്റ് നോക്കി. അത് നേരത്തെ പറഞ്ഞിരുന്നു, ആ കഥയൊക്കെ പറഞ്ഞിരുന്നു. വീണ്ടും അവർ അങ്ങനെ ഭാർഗവി നിലയത്തിലൂടെ മലയാളത്തിലെ ഒരു വമ്പൻ ഹിറ്റാണ് TK പരീക്കുട്ടി കിട്ടിയത്. അടുത്ത സിനിമ അദ്ദേഹം ഒന്ന് മാറ്റിപ്പിടിച്ചു, വടക്കൻ പാട്ട് സിനിമ. അന്ന് വടക്കൻ പാട്ട് അധികാരം തച്ചോളി ഉദയനൻ, അത് സ്നേഹസീമ ചെയ്ത SS രാജൻ എന്നൊരു ഡയറക്ടറാണ്. സത്യൻ, അംബിക, സുകുമാരിയൊക്കെ അഭിനയിച്ചൊരു പടമാണ്. അതിലെ പാട്ട് എല്ലാവർക്കും അറിയാം. അഞ്ജന കണ്ണെഴുതി ആ പാട്ട് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. കൊട്ടും ഞാൻ കേട്ടില്ല, കുടലും ഞാൻ കേട്ടില്ല. അപ്പം അങ്ങനെ അതിൽ പക്ഷെ കളരിപ്പയറ്റ് രംഗങ്ങൾ ഒരുപാടുണ്ട്. കളരിപ്പയറ്റ് രംഗങ്ങൾ ബോറടിപ്പിക്കുക ചിത്രീകരിക്കണമെങ്കിൽ അസാധാരണ കഴിവുള്ള ക്യാമറാമാൻ വേണം. 5 മിനിറ്റ് നീളം വളർന്ന കളരിപ്പയറ്റ് സീനുകളൊക്കെ ടെമ്പോ നഷ്ടപ്പെടുത്താതെ വിൻസെൻ്റ് മാസ്റ്റർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു കടത്തനാട്ടുകാരനായതുകൊണ്ട് നിന്റെ തല ഞാൻ വെട്ടുന്നില്ല. പിന്നെ വടകരയാണ് ഈ ലോകനാർക്കാവും ഇവരുടെ വടക്കൻ പാട്ടിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം. അവിടെ ഒരുപാട് ഔട്ട്ഡോർ, അന്നത്തെ കാലത്ത് നീലക്കുരിശ് ഒരുപാട് ഔട്ട്ഡോർ എടുത്തൊരു പടം കൂടെയാണ് TK പരീക്കുട്ടി നിർമ്മിച്ച് അവിടെ കൊണ്ടെടുത്തത്. അതും വളരെ ശ്രമകരമായ രീതിയിലാണ്. അന്നും മധുവും സത്യനും കുതിരട്ടൊപ്പം എല്ലാവരും അതിലും ഉണ്ടായിരുന്നു. അങ്ങനെ തച്ചോളി ഉദയനനും സത്യൻ, അംബിക ഒക്കെ അഭിനയിച്ച പടം വളരെയധികം ഹിറ്റാവുകയും ചെയ്തു. അങ്ങനെ ഒന്നുകൂടെ ക്യാമറ അദ്ദേഹം വർക്ക് ചെയ്തു. അപ്പോൾ ഡയറക്ടേഴ്സിനും പിന്നെയും ക്യാമറ വർക്ക് ചെയ്യുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് ഒരു സിനിമ കിട്ടുന്നത് ശോഭന പരമേശ്വരൻ നായരാണ്. അദ്ദേഹം ഒരു ദിവസം വിൻസെൻ്റ് മാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞ്, മാസ്റ്ററെ നമുക്കൊരു പടം ചെയ്യണം. അത് ചെയ്യാമല്ലോ. നിങ്ങൾ ഇത്ര നാൾ ക്യാമറാമാൻ, നിങ്ങൾ വർക്ക് ചെയ്ത് ഒരു പടം അതിന് ശേഷം ആരും പടം ചെയ്തു. നിങ്ങൾ ഒരു വ്യത്യസ്ത സബ്ജക്റ്റ്, MD വാസുദേവൻ എന്നൊരു കഥാകൃത്തുണ്ട്, അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റാണ്, ഇത് നോക്കാൻ പറഞ്ഞു. ഒരു കെട്ട് പേപ്പർ വിൻസെൻ്റ് മാസ്റ്റർ ഏൽപ്പിച്ചു. വിൻസെൻ്റ് മാസ്റ്റർ നോക്കിയപ്പോൾ കൊള്ളാം, ആവശ്യമുള്ള എല്ലാം എഴുതിയിട്ടുണ്ട്, ഇങ്ങനൊരു തിരക്കഥ ഇതുവരെ കണ്ടിട്ടില്ല, ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ശരി, MD വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ് ചെറിയ മാറ്റങ്ങൾ വരുത്തി. അന്നേ MD മലയാളത്തിലെ ഏറ്റവും നല്ല ദൃശ്യഭാഷയിൽ എടുക്കുന്ന തിരക്കഥാകൃത്ത് MD ആണ് ആദ്യത്തെ. അങ്ങനെ ദൃശ്യഭാഷയുടെ വ്യാഖ്യാനിക്കുന്ന ആളായ വിൻസെൻ്റ് മാസ്റ്ററും ദൃശ്യഭാഷയിൽ പുതിയ ഭാഷകൾ രചിച്ച MD വാസുദേവൻ ആദ്യമായിട്ട് ഒരുമിച്ചിട്ട് മുറപ്പെണ്ണ് 1965 രൂപവാണിയുടെ ബാനർ ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച ചിത്രമാണത്. അത്
മലയാള സിനിമയിൽ അന്നോളം ഇന്നോളം ഉണ്ടായിരുന്ന കഥാപറച്ചിൽ രീതിയെ മാറ്റി നിർത്തി ഒരു പുതിയ മനുഷ്യ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന ചെറിയ കഥയിൽ ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം തന്നെ MD തന്നെ എഴുതിയ കഥയാണ് മുറപ്പെണ്ണ്. മധു, പ്രേം നസീർ, ഉമ്മർ കുറേ കാലത്തിന് ശേഷം പരാജിതനായി മാറി നാടകത്തിൽ നിൽക്കുമ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്ന MD ആണ് ഈ ഇതിലെ കഥാപാത്രം. അതോടുകൂടി ഉമ്മറിനും തിരക്കായി. ജ്യോതിലക്ഷ്മി എന്നൊരു നടിയായിരുന്നു, നായിക ശാരദയും ഉണ്ടായിരുന്നു. ഒരു പൊതുവേ സാധാരണ ജ്യോതിലക്ഷ്മിക്ക് നല്ല പേരായിരുന്നു ഈ ചിത്രത്തോടെ. അങ്ങനെ PG ആന്റണിയുടെയൊക്കെ നല്ല കഥാപാത്രം. ഒരു നായർ തറവാടിൻ്റെ പരമ്പരാഗത മൂല്യങ്ങളിൽ വിശ്വാസങ്ങളിൽ അടിവരുന്ന തകർച്ചയുടെയും ബന്ധങ്ങളുടെ വിള്ളലുകൾ വീഴുന്ന കരയുന്നു പുഴച്ചേരി എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും ഓർമ്മ. ആ ഭാരതപ്പുഴയുടെ ഒരു ഓരെടുത്ത് വിൻസെൻ്റ് മാസ്റ്റർ മൺതിട്ട ഉണ്ടാക്കി പ്രേം നസീർ നടന്നു മൺതിട്ട ഇടയുന്നു. ആ രംഗം നമ്മൾ ഇന്നും മറക്കത്തില്ല. അതേ കണക്ക് ഈ നശിച്ചു പോകുന്ന നായർ തറവാടിൻ്റെ യഥാർത്ഥ ചിത്രീകരണം വന്ന ഫിലിമായിരുന്നു മുറപ്പെണ്ണ്. അമ്മ കണ്ണടയ്ക്കുന്നതിന് മുമ്പായി അവസാനം പറഞ്ഞതാണ് ഇത് നീട്ടിവെക്കരുതെന്ന്. അമ്മയുടെ ആഗ്രഹം കൂടിയാണിത്. ആയിക്കോ, നിന്റെ ഇഷ്ടം. തന്റെ ഔദാര്യം കൊണ്ട് എന്റെ പെങ്ങളുടെ കല്യാണം നടത്തണ്ട. അന്റെ പെങ്ങളോ? അനക്ക് പെങ്ങളുണ്ടോ? വീടുണ്ടോ? ഏട്ടനുണ്ടോ? അങ്ങൊരു ചിന്തയുണ്ടോ? നോക്കൂ ബാലേട്ടാ, പുറത്തെല്ലാം ഇരുട്ട് പരക്കുന്നത്. കൊച്ചമണി, നീ അകത്തേക്ക് പോകും. ബാലേട്ടൻ കുറച്ച് തനിയായിരിക്കട്ടെ. അങ്ങനെ മുറപ്പെണ്ണിലൂടെ അതിനും അവാർഡുകൾ കിട്ടി. സ്റ്റേറ്റ് അവാർഡും പ്രസിഡന്റ് അവാർഡ് കിട്ടുവാണ്. അങ്ങനെ നല്ല ചിത്രങ്ങൾ, നല്ല പുതുമയുള്ള തിരക്കഥാകൃത്തുകളൊക്കെ തേടി നടക്കുമ്പോഴാണ് വിൻസെൻ്റ് മാസ്റ്റർക്ക് MDയെ കിട്ടുന്നത്. അങ്ങനെ അതിനുശേഷമാണ് വീണ്ടും ഇവർ അടുത്ത MDയുടെ ഒരു സ്ക്രിപ്റ്റും കൂടെ. MD അത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയാണ്. കാര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചെറുകഥയൊന്നുമല്ല. നഗരമേ നിന്നിരുന്ന ആ സമയത്ത് കോൺഗ്രർ ഓഫ് ദ ഗോൾഡൻ സിറ്റി എന്നൊരു സിനിമ വന്നത്. അത് ഇവർ കാണാൻ പോയി. അതിൻ്റെ ആശയം കടമെടുത്തിട്ട് ഒരു സാധാരണ കുടുംബം പ്രാരാബ്ദങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി മദ്രാസ് നഗരത്തിലേക്ക് എത്തുകയാണ്. അവിടെ പ്രേം നസീറും സഹോദരിയും കുടുംബം എത്തുന്നു. അവിടെ മധു എന്നൊരു കഥാപാത്രം ഡ്രൈവറാണ്. അദ്ദേഹം ഇവരെ സഹായിക്കുന്നത്. നഗരത്തിൻ്റെ മായ കാഴ്ചകളിൽ സുകുമാരി എന്ന മിസസ് മുതലിയാർ എന്നൊരു കഥാപാത്രമുണ്ട്. അവർ വില്ലത്തിയാണ്. അവർ ഈ പെൺകുട്ടികളെ നശിപ്പിക്കുന്നതും പണത്തിൻ്റെ പുറകെ പോയി എല്ലാം നശിച്ചും മടങ്ങുന്ന ഒരു കഥ. അപ്പോൾ അതിലൊരു കഥാപാത്രം പറയുന്ന ഡയലോഗുണ്ട്, നഗരത്തിൽ ആർക്കും സങ്കടമില്ല, പക്ഷേ സങ്കടമുണ്ടെന്ന് അഭിനയിക്കണം എല്ലാവരും. ഈ ഡയലോഗ് ഇന്നും നമ്മൾ മറക്കത്തില്ല. നഗരമേ നന്ദി വ്യത്യസ്തമായ ആവിഷ്കരണം കൂടെ വിജയിച്ചു. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം. അതിനുശേഷമാണ് സുപ്രിയ എന്നൊരു ബാനറിൽ തോപ്പിൽ ഭാസിയുടെ വളരെ പ്രശസ്തമായ തുലാഭാരം എന്ന നാടകം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രത്യേക രീതി അവതരിപ്പിക്കണം തുലാഭാരം. സുപ്രിയ അശ്വമേധത്തിന് ശേഷം രണ്ടാമതായിട്ട് അവതരിപ്പിക്കുന്ന സിനിമ അതിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം രാജമല്ലി എന്നൊരു പടം ചെയ്തിരുന്നു. രാജമല്ലി ചെയ്ത ക്യാമറ വർക്ക് ചെയ്തിരുന്നപ്പോൾ അതിലൊരു അമ്മയും മോളും കൂടെ അതിൻ്റെ ഡയറക്ടറായിരുന്ന RS പ്രഭുവിനെ കാണാൻ വരുന്നത്. അവൻ പറഞ്ഞ് അവർ അന്നേരം ആന്ധ്രാപ്രദേശിൽ വന്നതാണ്. അവൻ പറയും ഇതിൻ്റെ ക്യാമറ ഒക്കെ ചെയ്യുന്ന ഒരാൾ വിൻസെൻ്റ് എന്നൊരാൾ, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം മേക്കപ്പ് പ്രശ്നം എടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയും മോളും കൂടെ അവിടെ ചെല്ലുന്നു. സരസ്വതി എന്നാണ് അവർ പേര്. പക്ഷേ റാഹേൽ എന്ന പേരിൽ കുഞ്ചാക്കോയുടെ ഇണപ്രവണം സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ ശ്രദ്ധ നേടില്ല അധികം. അപ്പോഴേ ഇവർ വന്ന് വിൻസെൻ്റ് മാസ്റ്റർക്ക് ഈ കുട്ടിയുടെ ഫോട്ടോ കൊണ്ട് ഇഷ്ടപ്പെടുകയും രാജമല്ലി സിനിമയിൽ നായികയായിട്ട് കൊടുക്കുകയും ചെയ്തു. അവരാണ് അതിൽ പേര് മാറ്റി ശാരദ എന്ന പേരിട്ടു. മലയാള സിനിമയിലെ ശാരദ എന്ന നടിയുടെ വളർച്ചയ്ക്കും എന്തൊക്കെ സംഭവം അത് വിൻസെൻ്റ് മാസ്റ്ററാണ്. അവരെയാണ് തുലാഭാരത്തിലെ വിജയ എന്ന നാട്ടുംപുറത്തുകാരിയായ സ്ത്രീയായിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നത്. പ്രേം നസീർ, ശാരദയും ഒക്കെ വേഷം, മധു ഷീലയും ഒക്കെ ഉണ്ട് അതിനകത്ത്. യുവർ ഓർഡർ. ഇൻ കൺക്ലൂഷൻ എനിക്ക് ഇത്രയും ഈ പറയുവാനുള്ളൂ. കൂട്ടിൽ നിൽക്കുന്ന ഈ സ്ത്രീ
3 കൊലപാതകങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അയാൾ എന്തു പറഞ്ഞു? മുതലാളി പറയുന്നത് പോലെ ഞാൻ നിന്നാൽ ഒരു വലിയ തുക നിങ്ങൾ എനിക്ക് വാങ്ങിത്തരാമെന്ന് എന്നോട് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ അടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും. ആ പടം ശാരദയ്ക്ക് മലയാളത്തിൽ ആദ്യത്തെ ഉർവശി അവാർഡ് മലയാളത്തിനും കൊണ്ടുവന്ന നടി, ശാരദയ്ക്ക് ഏറ്റവും നല്ല നടി എന്നുള്ള അവാർഡ് കിട്ടുന്ന ആദ്യമായിട്ടാണ്. അവർ ആ സിനിമയിൽ അവർക്കൊന്നും അറിയത്തില്ല. അപ്പം വിൻസെന്റ് മാസ്റ്റർ സംഭാഷണം വളരെ കുറവാണ്. അപ്പം അതൊക്കെ വളരെയധികം ലജ്ജാശീലന ഡയറക്ടർ അദ്ദേഹം പറഞ്ഞ് ഡ്രസ്സ് ഇട്ടിടണം, ഇത് ടൈറ്റ് ഡ്രസ്സാണ്, ഇത് പറ്റത്തില്ല, നാട്ടിൻപുറത്തുകാരിയാണ്, കുറച്ച് അയഞ്ഞ ഡ്രസ്സ് ഇടണം. അങ്ങനെ എല്ലാം A to Z എങ്ങനെ നോക്കണം എങ്ങനെ ഇരിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു നടിയെന്ന വിജയ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അവാർഡ് കിട്ടിയപ്പോൾ അവർ പറഞ്ഞ് ഈ അവാർഡ് ഞാൻ എൻ്റെ ഗുരുനാഥനായ വിൻസെന്റ് മാർ സമർപ്പിക്കുന്നു. അങ്ങനെ ഇന്നും അദ്ദേഹം ഈ സിനിമയില്ലെങ്കിൽ പോലും ശാരദ വിൻസെന്റ് മാസ്റ്റർ വീട്ടിൽ ചെല്ലി. അതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു കൗതുക കാര്യമാണ്. കാരണം ഈ തെലുങ്ക് നല്ലവണ്ണം അറിയാവുന്ന വിൻസെന്റ് മാസ്റ്റർ തെലുങ്കിലാണ് ശാരദ സംസാരിക്കുന്നത്. പക്ഷെ ശാരദയാകട്ടെ നല്ല മലയാളത്തിൽ വിൻസെന്റ് മാസ്റ്റർ സംസാരിക്കും. അങ്ങനെ ഒരു സൗഹൃദമാണ്. അതൊരു അതിവിചിത്രവും കൗതുകപരമായ കാഴ്ചയാണ്. അത് മദ്രാസിൽ വിൻസെന്റ് മാസ്റ്റർ ഇവിടെ നിത്യ സന്ദർശകയാണ്. നടിയും ഡയറക്ടറുമായിരുന്നില്ല, ഒരച്ഛനും മകളും തമ്മിലുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിൽ. അത് മരിക്കുന്നത് വരെ വിൻസെന്റ് മാസ്റ്റർ ശാരദ തുടർന്ന് വന്നിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത, അവാർഡിന് ക്ഷണിച്ചു. അന്ന് 68 EMS ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. പക്ഷേ ഈ നാഷണൽ അവാർഡിലേക്ക് സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി കൂടെ ഉണ്ട്. അവർ പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സിനിമയാണെന്ന് അവർ തള്ളി. പക്ഷേ അവിടുന്ന് കോസ്ല എന്നൊരാളാണ് ചെയർമാൻ. അയാൾ ഇപ്പം അംഗങ്ങൾ പറഞ്ഞ് ശാരദയ്ക്ക് മറ്റു ഭാഷകളിലെ പടമുണ്ട്, അവർ കണ്ടു പറഞ്ഞ് ഈ നടിക്ക് കൊടുക്കണം. പക്ഷേ തുലാഭാരം ഇവിടെ വന്നിട്ടില്ല. ഉടൻ തന്നെ പറഞ്ഞ് അവർ ഒറിജിനൽ പ്രിന്റ് അയക്കണം. അപ്പോൾ വിൻസെന്റ് മാസ്റ്റർ ഏതോ വർക്കില്ല, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് മന്ത്രി വിൻസെന്റ് മാസ്റ്റർക്ക് ലെറ്റർ അയക്കുന്നു. വിൻസെന്റ് മാസ്റ്റർ പ്രിന്റ് ഡൽഹിക്ക് അയച്ചു കൊടുക്കുന്നു. അവരത് കാണുന്നു, കണ്ട് അന്തം വിട്ടുന്നവർ പറഞ്ഞു ഇവരല്ലാതെ വേറെ നടി, ഉർവശി അവാർഡ് ഇവർക്ക് തന്നെ. അന്ന് 2ാം സ്ഥാനം കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല 2000 തുലാഭാരം, ആദ്യത്തെ സമ്മാനം സത്യജിത്രയുടെ ചിത്രത്തിനായിരുന്നു. അങ്ങനെ തെള്ളിക്കടന്നൊരു പടം ജൂറി ഞങ്ങളുടെ പ്രേരണയിൽ കിട്ടി. അങ്ങനെ ശാരദയുടെ വിൻസെന്റ് മാസ്റ്ററും ഒരു ഭയങ്കര ബോക്സ് ഓഫീസിലെ പടം തുലാഭാരം.